മനുഷ്യർ തള്ളിയതെങ്കിലും ഹല്ലേലൂയ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ മനുഷ്യർ തള്ളിയതിന് അവൻ ജീവനുള്ള കല്ലുകളാക്കി മാറ്റാൻ, ഇനി ഒന്നുകൂടെ പറയാം, ഇപ്പൊ മനുഷ്യർ തള്ളിയതിനെ സ്നേഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആമേൻ ആമേൻ. മനുഷ്യർ നമ്മള് മനുഷ്യരാകുന്നതുകൊണ്ട് ചിലതിനെയൊക്കെ തള്ളും, ചിലരെയൊക്കെ തള്ളും, ചിലരെയൊക്കെ അവോയ്ഡ് ചെയ്യും. ആമേൻ. പക്ഷെ ദൈവം അതിനെ ജീവനുള്ള കല്ലാക്കി മാറ്റുകയാണ്. ആമേൻ ആമേൻ. ഇച്ചിരി കൂടെ കേറി ഞാൻ പറയാം. മനുഷ്യർ തള്ളുമ്പോൾ ജീവനുള്ള കല്ലെന്ന് പറയുമ്പോ അവൻ മനുഷ്യരുടെ മുമ്പിൽ ഇനി അവൻ ജീവൻ വെക്കത്തില്ല, അല്ലെങ്കിൽ ഉയർച്ച ഇല്ല എന്ന് തള്ളുന്നതിന് ആമേൻ ദൈവം അതിനെ ജീവനുള്ളതാക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ അവന്റെ വീട്ടിലും ഒരു ഉയർച്ച വെളിപ്പെടുമെന്ന്. ആമേൻ ആമേൻ. ഞാൻ വിചാരിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. അവൻ ഞാൻ ദയാലുവെന്ന് ഞാൻ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അവൻ ദയാലുവെന്ന് ആസ്വദിച്ച് അവനെ മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയോ, എന്നെ തള്ളിക്കളഞ്ഞ കല്ലല്ല അവൻ മനുഷ്യരെന്നെ തള്ളിക്കളഞ്ഞതാ, എന്നാൽ ദൈവം എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ അവൻ മനുഷ്യരെന്നെ തള്ളിക്കളഞ്ഞാലും അവൻ ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും അവൻ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ ചേർത്ത് പിടിക്കലിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം പറയാം. മനുഷ്യർ തള്ളുന്നത്, മനുഷ്യർ നമ്മളൊരു രോഗമായിട്ട് ആശുപത്രി ചെല്ലുകയാണ്, മെഡിക്കൽ സെന്റർ. അവരും പറയും ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. അവരും തള്ളി. പക്ഷെ അവിടെ നിന്ന് ആരെന്ത് ചെയ്യുന്നു? തിരിച്ച് ദൈവം ചിലരെ കൊണ്ടുവരുന്നു. ഞാനിങ്ങനെ വിശ്വസിക്കുന്നവരെ മനുഷ്യർ തള്ളിയാലും മെഡിക്കൽ സയൻസ് തള്ളിയാലും അവിടെ വെച്ച് ജീവനുള്ള കല്ലാക്കി കൊണ്ടുവരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ആരൊക്കെ മക്കളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നമ്മളെ അകറ്റി നിർത്തിയാലും ആമേൻ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ ജീവനുള്ള കല്ലുകളായി പണിയാൻ കഴിയും. ആമേൻ ആമേൻ ആമേൻ. ഇപ്പൊ മരിച്ചവരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. ആമേൻ. ലാസറിനെ എല്ലാരും കൂടെ തള്ളി പെട്ടിക്കകത്ത് തൂക്കി, ഇല്ലേ? പെട്ടിക്കകത്ത് തൂക്കി. നൈൻ എന്ന പട്ടണത്തിൽ വിധവയുടെ മകനെ എല്ലാരും കൂടെ തള്ളി പെട്ടിക്കകത്ത് തൂക്കി, വിലാപയാത്രയും തുടങ്ങി. പക്ഷെ അവരൊക്കെ തള്ളിയപ്പോഴും ദൈവം, യേശു കർത്താവ് തള്ളിക്കളഞ്ഞില്ല. യേശു കർത്താവ് അവിടുത്തെ വന്നിട്ട് പറഞ്ഞു, മഞ്ചത്തെ തൊട്ടു. ആമേൻ. ചുമക്കുന്നവരവിടെ നിന്നു. ആമേൻ ആമേൻ ആമേൻ. കുട്ടി അതിനകത്ത് എഴുന്നേറ്റു. അമ്മയ്ക്ക് ഒരു ബാലകനെ തിരിച്ചു കൊടുത്തു. മനുഷ്യർ തള്ളുന്നതിനെ ദൈവം തിരിച്ചു പിടിക്കും. ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മ പറയാൻ പറഞ്ഞ ഒരൊറ്റ ദൂതേ ഉള്ളൂ. മനുഷ്യർ തള്ളുന്ന ചിലതിനെ ദൈവം തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. മനുഷ്യർ വിട്ടുകളയുന്ന ചിലതിനെ ദൈവം തിരഞ്ഞെടുക്കാൻ പോകുകയാണ്. മനുഷ്യൻ ഒഴിവാക്കുന്ന ചിലതിനെ ദൈവം ചേർത്ത് പിടിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലരെയൊക്കെ ദൈവം ചേർത്ത് പിടിക്കും. നമ്മുടെ സ്നേഹിതന്മാരും വേണ്ടപ്പെട്ടവരും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയവരും ചിലപ്പോൾ നമ്മളെ തള്ളിക്കളയാം. ആമേൻ. തള്ളിക്കളയാം. പക്ഷെ നമ്മൾ തള്ളിക്കളയാം, ഉറപ്പാണ്. ബൈബിളിൽ ഉണ്ട് അതൊക്കെ, ഞാൻ പറഞ്ഞു വരാം. തള്ളിക്കളയാം. കാരണം നമുക്കൊരു ബലഹീനത വരുമ്പോൾ, നമുക്കൊരു കുറവ് വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഉടനെ പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുള്ളത് അവന്റെ കുറവാണ് അവൻ ഈ നിലയിൽ എത്തിച്ചത്. ശരിയായിരിക്കാം, ചിലരെ കുറവുകളൊക്കെ ഉണ്ടാകാം, ഒത്തിരി പേരെ എനിക്കറിയാം, വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷേ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ തള്ളപ്പെട്ടാലും ദൈവം അതിനെ ചേർത്ത് പിടിക്കും. ആമേൻ ആമേൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? അവൻ നമ്മളെ ആരൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടോ അവരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷമുണ്ട്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ നമ്മൾക്ക് വേണ്ടി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥിച്ചവന്റെ മുമ്പിൽ വെച്ച് ദൈവം ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ ആമേൻ. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കയറി വരാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. ആരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് നമ്മളോട് പ്രാർത്ഥിച്ചിട്ട് ആലോചന പറഞ്ഞോ കുറ്റകരമായി, അവിടെ വച്ച് അവരുടെ മുമ്പിൽ വെച്ച് ദൈവം ഉയർത്തുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവർ തള്ളിയതിനെ മൂലം ജീവനുള്ള കല്ലായി അവൻ നമ്മളെ പണിതെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രവൃത്തി നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു അത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു അത്. പലരും പറയുന്നതിന്റെ നടുവിൽ ദൈവം അതിനെന്നെ വിട്ടുകൊടുക്കാതെ ഇന്നും ജീവനുള്ള കല്ലുകൾ പോലെ നിർത്തിയത് എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എത്രയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവനെ നല്ലതുപോലെ ഒന്ന് ആസ്വദിക്കുന്നു.
ആമേൻ ആമേൻ. അവൻ പറഞ്ഞില്ലേ, തേനിനേക്കാൾ മധുരമേറിയ ദൈവത്തിന്റെ വചനം എന്നതുപോലെ അവൻ ഞാൻ യേശുവിനെ മധുരകരമായ നിമിഷങ്ങളിൽ കൂടി ആസ്വദിക്കാറുണ്ട്. കാരണം എന്നെ ഓരോ നിമിഷവും ദിവസവും നടത്തുന്നത് ഓർക്കുമ്പോ അവൻ നമ്മൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും, അവൻ എങ്ങനെ ഞാൻ ചിരിക്കാതിരിക്കും, എങ്ങനെ ഞാൻ പാടാതിരിക്കും, എങ്ങനെ ഞാൻ പറയാതിരിക്കും. അവൻ അതുപോലൊരു മഹത്വം വെളിപ്പെടട്ടെ, അതുപോലൊരു കൃപ വെളിപ്പെടട്ടെ, അതുപോലൊരു ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നിറയട്ടെ, അതുപോലൊരു അത്ഭുതങ്ങളിലേക്ക് നമ്മൾ കയറി വരട്ടെ. നമ്മളെ അഭിഷക്തനായ കേബ്രാം പാസ്റ്റർ എഴുതിയ ഒരു പാട്ടുണ്ട്. പുള്ളി 2012 കാലഘട്ടത്തിൽ നല്ലതുപോലെ തീയുടെ ശോധനയ്ക്ക് അകത്തൂടെ പോയപ്പോ അവൻ പള്ളി എഴുതിയൊരു പാട്ടാണ്. ഞാനെങ്ങനെ മിണ്ടാതിരിക്കും, ഞാനെങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ ചിരിക്കാതിരിക്കും, ദൈവം ചെയ്ത നന്മകൾ ഓർത്താൻ പുള്ളി പാടിയത്. അമ്മ ശോധനയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ നമുക്ക് കഴിയണം. അമ്മ പ്രതികൂലം വരുമ്പോൾ അതിനെ നോക്കി ചിരിച്ചുകൊണ്ടൊരു പാട്ട് പാടാൻ നമുക്ക് കഴിയണം. ആമേൻ. മക്കളെ, ദൈവം നമ്മുടെ അനുകൂലമാ. ആമേൻ. ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല, ദൈവം ആരെയും ഉപേക്ഷിക്കത്തില്ല, ദൈവം ആരെയും തള്ളിക്കളയത്തില്ല. ഞാൻ ഇന്നലെ ആരോട് പറഞ്ഞു, നമ്മളെ തള്ളിക്കളയുന്നതല്ല, ഞാൻ ദൈവത്തെ വിട്ടേച്ച് മാറിപ്പോകുന്നതാ. അവൻ ആരെയും ദൈവം തള്ളിക്കളയാറില്ല. അവൻ ജീവൻ എന്ന കല്ല് പോലെ എല്ലാവരെയും പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു, എല്ലാരെയും ചേർത്ത് പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അവന്റെ കരം വിട്ട് ഞാൻ മാറിപ്പോകുന്നതാ. എന്റെ ജീവിതത്തിൽ വരുന്ന കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് അവൻ ഒരു അപ്പന്റെ കയ്യിൽ കുഞ്ഞ് പിടിച്ചു നിൽക്കുന്നിടത്തോളം കാലം അവനൊരു ആപത്ത് വരാതെ അവൻ സൂക്ഷിക്കും. അവൻ അപ്പന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോകുന്ന സമയത്ത് അവൻ അനർത്ഥങ്ങൾ വരാം, വലിയ ആപത്തുകൾ ഉണ്ടാകാം, വലിയ ദുഷ്ടന്മാർ പതിയിരിക്കാം, അവനെ തകർത്തുന്നവരാം. ഹല്ലേലൂയ. അവൻ ഒരു അപ്പനിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. അവൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ ജീവനുള്ള കല്ലായി നമ്മൾ മാറ്റപ്പെടുകയാണ്. നമ്മളെ മനുഷ്യർ തള്ളിയെടുത്ത്, അവൻ പ്രാർത്ഥിക്കുന്നവർ തള്ളിയെടുത്ത്, എല്ലാവരുടെ നടുവിൽ വെച്ച് അവൻ ജീവനുള്ള കല്ലായി എന്നെയും നിങ്ങളെയും പണിയപ്പെടും. ഹല്ലേലൂയ. അമ്മ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞതിന് നമുക്ക് മുമ്പോട്ട് പോകാം. അമ്മ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു, അവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളിച്ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത് പറയാണ്, അങ്ങനെ പറഞ്ഞു കുറച്ച് മുമ്പോട്ട് വരികയാണ്. അപ്പൊ ഇതെന്തോ പറയുന്നത്, ഞാൻ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഭാഗം പറഞ്ഞു വിട്ടിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവിടെ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് നീതിമാൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ. നല്ല കാര്യങ്ങളും ദൈവം തന്നെ സാക്ഷി പറയുന്നു. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവപുത്രന്മാർ നിൽക്കുമ്പോൾ കൂടെ സാത്താനും കൂടെ കയറി ചെന്നു. അവൻ അവിടെ കയറി ചെന്നിട്ട് ചോദിക്കുകയാണ്, അവൻ നീ എവിടെ നിന്ന് വരുന്നു? ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് ഞാൻ വരികയാണ്. അപ്പോൾ ദൈവത്തിനൊരു സംശയം, എന്റെ മകൻ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചോ? ദൈവത്തിന്റെ ചോദ്യം. ആ ചോദ്യം എന്നെ ഭയങ്കര ആശ്ചര്യപ്പെടുത്തിയൊരു ചോദ്യമാണ്. അമ്മ, എന്റെ ഭക്തനായ എന്റെ മകനായ ഇയ്യോബിന്റെ മേൽ ഈ ദൃഷ്ടി വെച്ചുവോ? ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോണേ. ആ ഭാഗം നമ്മൾ വായിച്ചു മനസ്സിലാക്കുമ്പോ ദൈവഭക്തന്റെ മേലെയാണ് ആര് ലക്ഷ്യം വെക്കുന്നത്? സാത്താൻ ലക്ഷ്യം വെക്കുന്നത്. നീ പ്രാർത്ഥിക്കുന്നവന്റെ നേരെയാണ് ആര് ലക്ഷ്യം വെക്കുന്നത്? സാത്താൻ ലക്ഷ്യം വെക്കുന്നത്. അമ്മ, നന്മയുള്ളവന്റെ നേരെയാണ് ആര് ലക്ഷ്യം വെക്കുന്നത്? സാത്താൻ ലക്ഷ്യം വെക്കുന്നത്. ഒന്നുമില്ലാത്തവനെ അവന് വേണ്ട, പ്രാർത്ഥന ഇല്ലാത്തവനെ അവന് വേണ്ട, ആരാധന ഇല്ലാത്തവനെ അവന് വേണ്ട. അവൻ എന്തെങ്കിലും ഇല്ലാത്തവനെ അവന് വേണ്ട, എന്തെങ്കിലും ഉള്ളവനെ അവന് മതി. എന്തിനാണെന്നറിയാം? അവന്റെ വീട് നശിപ്പിക്കാന്, അവന്റെ ജീവിതം നശിപ്പിക്കാന്. അവൻ കൃപാവരങ്ങൾ ഉള്ളവനെ എന്തിനാ അവൻ ടാർഗറ്റ് ചെയ്യുന്നത്? അവന്റെ കൃപാവരത്തെ നശിപ്പിക്കാന്. അവൻ നന്മയുള്ളവന്റെ വീടിനെ എന്തിനാ അവൻ ടാർഗറ്റ് ചെയ്യുന്നത്? അവന്റെ നന്മയെ നശിപ്പിക്കാന്. അവൻ ബൈബിൾ പറയുന്നത് പോലെ അറുപ്പാനും മുടിപ്പാനുമായിട്ട് ശത്രു വരികയാണ്. അവൻ ഞാൻ വരുന്നതിനെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിപ്പാനെന്ന് പറയുന്നത് പോലെ അവൻ ഇന്ന് പകൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കണം. അവൻ സാത്താൻ വരുന്നത് നമ്മളെ നശിപ്പിക്കാന്. അതുകൊണ്ട് തന്ത്രങ്ങളെ അറിഞ്ഞ് നമ്മൾ ഇന്ന് പകൽ അവൻ ജയത്തോടെ പ്രാർത്ഥിപ്പാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. എന്തറിയാം? അവൻ നമ്മളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവത്തിന് അറിയാം. എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്, എന്റെ അടുക്കൽ ആര് വരുന്നെന്ന് ദൈവത്തിന് അറിയാം. ആമേൻ. എന്റെ അടുക്കൽ ആര് വരുന്നെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അപ്പോൾ സാധാരണ ചോദിക്കുകയാണ്, എന്റെ ഭക്തനായ എന്റെ മകനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചോ? അവൻ ഇയ്യോബിനെ ദൃഷ്ടി വെച്ച് എന്നിട്ട് പറയാണ്, അവൻ ഭയങ്കര ഭക്തനായിരിക്കുന്നത് നീ അവന് വേലി കെട്ടിയത് കൊണ്ടൊക്കെയാണ് അവൻ ഭക്തനായിരിക്കുന്നത്. അവൻ മക്കളെ, ഞാനൊരു കാര്യം പറയാം. അപ്പൊ ദൈവം പറയാണ്, ഞാൻ അവന്റെ വേലി അങ്ങ് പൊളിച്ചു തരാം, എന്നാലും അവൻ ഭക്തൻ തന്നെയാ.
ആമേൻ. ആമേൻ. ഈ ഒരു സാക്ഷ്യം നമ്മൾ പ്രാപിച്ചോണം കേട്ടോ. ദൈവത്തിന്റെ മേലുള്ള ദൈവിക സ്നേഹത്തെ ദൈവം സാക്ഷ്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും അവിടെ തകർക്കാൻ ഒക്കുകയില്ല ആ സാക്ഷ്യത്തെ. കാരണം യേശു പറഞ്ഞു, ഞാനല്ല എന്റെ സാക്ഷ്യം പറയുന്നത്, എന്റെ പിതാവത്ര എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ഞാനല്ല എന്റെ സാക്ഷ്യം പറയുന്നത്, മറ്റൊരാൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയട്ടെ. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അടുത്തിരിക്കുന്നവൻ സാക്ഷ്യം പറയട്ടെ. നല്ലതെന്ന് അടുത്തിരിക്കുന്നവർ പറയട്ടെ. ശ്രേഷ്ഠമെന്ന് അടുത്തിരിക്കുന്നവർ പറയട്ടെ. അങ്ങനെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ദൈവ മക്കളെ, നിങ്ങളെ നോക്കി, ദൈവ സഭയെ നോക്കി, പരിശുദ്ധാത്മാവ് അങ്ങനെ ആലോചന പറയുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്കിവിടെ ചിന്തിക്കാനിടയായ ഒരു കാര്യം ഇതൊന്നുമല്ല. ഇയ്യോബിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് വരും. എനിക്ക് അവരെയാണ് എനിക്ക് അങ്ങ് ഏറെ ഇഷ്ടപ്പെട്ടത്. ആമേൻ. അവരെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇവര് പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഈ 2-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്ത്, ഹല്ലേലൂയ, ഈ അവന്റെ ഭാര്യ വരെ, ഈ നമ്മുടെ തള്ളിക്കളഞ്ഞ കല്ലിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വരെ പറഞ്ഞു, നീ ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് എന്തോ ചെയ്യണം? എന്ത് ചെയ്യണം? അതിനൊന്ന് വിട്ടുകളയണം, തള്ളി പറയണം. ഇങ്ങനെ തള്ളിക്കളയണം എന്ന് പറയും. പക്ഷെ ഇയ്യോബ് തള്ളിക്കളഞ്ഞില്ല കേട്ടോ. ഇയ്യോബ് ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. എത്ര തന്നെ പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും ദൈവത്തെ മാറ്റി നിർത്തരുത്. അവനെ തള്ളി പറയരുത്. പത്രോസ് തള്ളി പറഞ്ഞു, പൊട്ടി കരുതി ഇപ്പുറത്തുനിന്ന് തള്ളി. അതും ദൈവം മാറി വരുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ദൈവം മാനസാന്തരം വേണം. ഓരോ ദിവസങ്ങളും നമ്മൾ മാനസാന്തരത്തിൽ പുതുക്കി വരണം. അതിനൊക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ അകത്ത് വേണം. എന്നിട്ട് ഇവിടെ പറയണം, ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് തന്നോടുകൂടെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഒരക്ഷരം പോലും മിണ്ടാതെ ദൈവസന്നിധിയിൽ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ്, എന്ത് നല്ല കൂട്ടുകാരാണ് അവര്. ഇയ്യോബിനൊരു വേദന വന്നപ്പോൾ ഇയ്യോബിന്റെ വീട്ടിൽ വന്ന് അവരോടുകൂടെ ഒരു കാര്യം മിണ്ടാതെ അവരോടുകൂടെ ഉപവസിച്ച് രട്ടെടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ എന്ത് നല്ല ആൾക്കാരായിരിക്കും. നമ്മുടെ ചിന്ത ശരിയല്ലേ? നമ്മുടെ അടുക്കൽ വരുന്ന ഓരോരുത്തരെയും നമ്മൾ തിരിച്ചറിഞ്ഞോണം. ഈ ഭാഗങ്ങളിൽ നമ്മളോട് കൂടെ ഇരുന്ന്, നമ്മളോട് കൂടെ സംസാരിച്ച്, നമ്മളോട് കൂടെ ചെറിയ മുള്ളാണി തറച്ചേച്ച് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ശ്രദ്ധിച്ചോണം. ഞാൻ അടുത്തോട്ട് താഴ്പോട്ട് വരാം. മനസ്സിലാവും, നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലും തിരുത്തി പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ വന്നിട്ട് അവരുടെ കൂടെ എന്നിട്ട് അവസാനം അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവരാരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോട് കൂടെ. നമ്മൾ ആരെങ്കിലും പോയി നിൽക്കും? നമ്മൾ ആരെങ്കിലും പോയി നിൽക്കുക. പക്ഷെ ഇവരുടെ പ്രവൃത്തി അറിയണം. ഇവരുടെ പ്രവൃത്തി അറിയണമെങ്കിൽ അധ്യായം 7-ാമത്തെ വാക്യം ഓർത്തു നോക്കുക. ഇനിയാണ് നമ്മുടെ കൂട്ടുകാരുടെ സ്വഭാവം മനസ്സിലായത്. എനിക്ക് നല്ല ഒത്തിരി കൂട്ടുകാരുണ്ട്. കൂട്ടുകാരെ ഓരോരുത്തരും എനിക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാര്? ഇവരെന്തിനാ യോബിന്റെ വീട്ടിൽ വന്നേ? പ്രാർത്ഥിക്കാൻ. ഇവരെന്തിനാണ് യോബിന്റെ കൂടെ നടന്നേ? പ്രാർത്ഥിക്കാൻ. പക്ഷെ എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത് എന്താണെന്നറിയാമോ? നേരായി നടന്നിട്ട് നിർദോഷിയായി നശിച്ചവൻ ആരാണ്? ദോഷം ചെയ്യാതെ നശിച്ചവൻ ആരാണ്? ആ ചോദ്യമൊക്കെ ബലമുള്ള ചോദ്യമാണ്. നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, ചില കഷ്ടമൊക്കെ വരുമ്പോൾ ചോദിക്കും, ഇത് വന്നത് എനിക്കറിയാം, ഇല്ലേ? ഇത് വന്നത് എനിക്കറിയാം, നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. കിട്ടട്ടെ 2 എണ്ണം കൂടെ. ഇല്ലേ നമ്മൾ പറയുന്നത്, കിട്ടട്ടെ 2 എണ്ണം കൂടെ. ഇപ്പുറത്തിരുന്ന് മാറി എന്ന് പറയും, ചിരിക്കും. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇവിടെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊരു ഡ്രൈവറിന് പെരുമ്പാവൂർ ഒരാൾ അടിച്ചപ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിന്ന് പറയാം, അവര് 2 എണ്ണം കൂടെ കിട്ടിക്ക് കൊള്ളാൻ. കാരണം മനസ്സിനകത്തുള്ള കുഴപ്പമാണ്. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു വരും, ഇതിനകത്തോട്ട് ഞാൻ കയറി വരും. എന്നിട്ട് പറയാണ്, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? വീട്ടിൽ ഇവിടെ കഷ്ടത വന്നേക്ക്. ദൈവം പറഞ്ഞു നല്ല സാക്ഷ്യമാണ്. പക്ഷെ ഇവന്റെ വീട്ടിൽ കഷ്ടത വന്നപ്പം ചോദിക്കാണ്, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? പ്രാർത്ഥിക്കാൻ വന്നിട്ട് ചോദിക്കണം, അതിന്റെ അർത്ഥം എന്താ? ഇവൻ എന്റെ നേരില്ലെന്നാ. അമ്മ പറഞ്ഞ മക്കളെ, നിങ്ങൾ ഞാൻ പ്രസംഗിക്കട്ടെ ബാക്കി. എടാ, ഈ കുഴപ്പം വന്നവന്റെ മേലെ നേരില്ലെന്ന് ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം. പരിശുദ്ധാത്മാവിന്റെ അകത്ത് പറഞ്ഞു, യേശുവിന്റെ നാമത്തിലെ വാക്കിനെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അതിനെ ക്യാൻസൽ ചെയ്തു. ഞാൻ ദൈവത്തോട് നിങ്ങളോടായിട്ട് പറയട്ടെ, ചില വാക്കുകൾ കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇതിനെ ക്യാൻസൽ ചെയ്തോണം. നിങ്ങൾ അതിന് എടുക്കരുത്. നിങ്ങൾക്കുള്ള ദൈവവിളിയാണ്. നിങ്ങൾ ജീവനുള്ള കല്ലാണ്. മരിച്ചു കിടക്കുന്നവനല്ല, മൗനതയിൽ ഇറങ്ങിയവനല്ല. മരിച്ചവനും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കത്തില്ല. ജീവനുള്ളവർ ദൈവത്തെ സ്തുതിക്കും. ജീവനുള്ള കല്ലായ നമ്മൾ അവനെ സ്തുതിക്കും. അവർക്ക് ആർക്കും മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവം അത്ഭുതമാ മക്കളെ, ദൈവം അത്ഭുതമാ. എന്നിട്ട് ഇവര് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുന്ന് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. ആമേൻ. എന്ത് പറയുന്നത്? അന്യായം ഉഴുന്നിട്ട് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. ആരോട് നോക്കി പറഞ്ഞു? ഇയ്യോബിനോട്. ഇയ്യോബിനെ കുറിച്ച് ദൈവം എന്താ പറഞ്ഞേ? ദൈവം നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകന്നവൻ, അവനെ കുറിച്ചാ പറയുന്നത്. അമ്മ പറഞ്ഞ മക്കളെ, ആവശ്യമില്ലാത്ത പരദൂഷണം കേട്ടുള്ള അതിന്റെ പിന്നാലെ പോകരുത്. ആവശ്യമില്ലാത്ത വാക്കുകൾ നമ്മുടെ നേരെ വന്നാൽ അതിന്റെ പിന്നാലെ പോകരുത്.
ആമേൻ ആമേൻ. നിന്നെ വേട്ടയാടുന്നത് ആവശ്യമില്ലാത്ത വാക്കുകളാണ്. അതിന് തിരിഞ്ഞ് മറുപടി നിൽക്കാൻ പറയാൻ പോകരുത്. ആമേൻ. നമ്മ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ചൊറിയണത്തെ കയറി ചൊറിയരുത്, അത് വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ആമേൻ. മനസ്സിലായി? എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ തിരിച്ച് മറുപടി കൊടുക്കാൻ പോകരുത്. അമ്മ മേഡം ദൈവ സന്നിധിയിലേക്ക് അങ്ങ് മുട്ടുമടക്കണം. അമ്മൻ ദൈവം അവിടെ ഇറങ്ങി വരും. അമ്മ ദൈവ ശബ്ദം നീ അവിടെ കേൾക്കണം. എന്നെ കുറിച്ചുള്ള ദൈവ ശബ്ദം എന്താ ഇയ്യോബിനെ അറിയാം. ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവ ശബ്ദം നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകന്നവൻ. ഇതാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അറിവിതാണ്. എന്നെ കുറിച്ച് ദൈവം പറഞ്ഞത് ഇതാണ്. ഇവൻ പറയുന്നത് വ്യർത്ഥമാ, ഇവൻ പറയുന്നത് വ്യാജമാ. ഇന്ന് ചില വ്യാജത്തിന്റെ ദുഷ്ടതയുടെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അവൻ യേശുവിന്റെ നാമത്തിൽ നേരുള്ളവരുടെ മേൽ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ഈ വാക്യൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ വേദന തോന്നി. കൂടെ സഹായിപ്പാൻ പല നമ്മൾ കൂടെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും ഒക്കെ പാട്ട് പാടാറുണ്ട്. ആ പാട്ടൊക്കെ ഞാനിങ്ങനെ പാടിയിട്ടുണ്ട്. പക്ഷേ ഈ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ആ ഭക്തന്മാർ എന്തിനാണ് അങ്ങനെ പാടിയതെന്ന്. അവൻ എന്തിനാണ് അങ്ങനെ പാടിയതെന്ന്. ഏത് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും ആരും സഹായിപ്പാനില്ലെങ്കിലും അവൻ ഇയ്യോബിന്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വന്നതുപോലെ അവൻ നേരുള്ളവനെ ഉപേക്ഷിക്കത്തില്ലെന്ന് ഇവിടെ പറഞ്ഞാൽ അവൻ എന്നെ ഉപേക്ഷിച്ചത് അവൻ നേരില്ലാത്തത് കൊണ്ടല്ല. അവൻ ശത്രുവിന്റെ മുമ്പിൽ നീ ആരാണെന്ന് അവൻ തെളിയിച്ച് കാണിക്കാൻ അവൻ ദൈവം വെച്ച ഒരു വഴി മാത്രമാണത്. അവൻ നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ നീ ആരാണെന്ന് നിന്നെ തെളിയിക്കാൻ അവൻ ദൈവം വിട്ടുകൊടുത്തതേ ഉള്ളൂ. ഇയ്യോബ് ആരാണെന്ന്, ഇയ്യോബിന്റെ ദൈവം ആരാണെന്ന്, ഇയ്യോബിനെ സാക്ഷ്യം പറഞ്ഞത് ആരാണെന്ന് അവൻ ലോകത്ത് അവൻ തെളിയിച്ച് കാണിച്ചു കൊടുത്ത അവൻ ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. എന്തിനെ തള്ളിപ്പറഞ്ഞ ഭാര്യയുടെ മുമ്പിൽ വരെ ദൈവം തെളിയിച്ചു കൊടുത്തു. അവൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്നിട്ട് പ്രാർത്ഥനയും കൂടെ ദൂഷണം പറഞ്ഞവരുടെ മുമ്പിലും ദൈവം തെളിയിച്ചു കൊടുത്തു. ഇല്ലേ, മനസ്സിലായില്ലേ? ഹന്ന പ്രാർത്ഥിക്കാൻ കയറിയപ്പം ഏലി പ്രവാചകന് തോന്നി ഇവള് മദ്യവെച്ച അവരുടെ മുമ്പിലും തെളിയിച്ചു കൊടുത്തു. അവൻ പറഞ്ഞില്ല നിങ്ങള്. ഹല്ലേലൂയ. എടാ, നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ദൈവം ഒരു ദിവസം തെളിയിച്ചു കാണിക്കുന്ന ദിവസമുണ്ട്. നിന്റെ കഷ്ടതയുടെ തീച്ചുടക്കാകത്ത് എല്ലാരും പറയുമ്പോൾ നീ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടുവിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നോ? ഹല്ലേലൂയ. ഇച്ചിരി കൂടെ മുമ്പോട്ട് വരുമ്പോ ഇച്ചിരി കൂടെ നല്ലതുപോലെ 17 പറയാണ്, മർത്യൻ ദൈവത്തിലും നീതിമാൻ ദൈവത്തിലും നീതിമാനാകുമോ? മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? മനുഷ്യൻ ദൈവത്തെക്കാട്ടും നീതിമാനാകുമോ? അവർ ചോദിക്കുക. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പലപ്പോഴും പല ശുശ്രൂഷകൾക്കകത്തും കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിന് ഞാൻ എപ്പോഴും പറയുന്ന 2 തലമുണ്ട്, അകവും പുറവുണ്ട്. 2 തലമുണ്ട്. ഇതിനകത്ത് കൊള്ളക്കാർക്കുള്ള വചനമുണ്ട്, പാപികൾക്കുള്ള വചനമുണ്ട്, മാനസാന്തരപ്പെട്ടവർക്കുള്ള വചനമുണ്ട്. മാനസാന്തരപ്പെട്ടവർ ഇനിയും മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ആ വചനം തേടി പോകരുത്. നമ്മൾ വേണ്ടി വീണ്ടും നമ്മൾ മായമില്ലാത്ത വചനമെന്ന പാൽ കുടിച്ച് വളരുവാനായിട്ട് വാഞ്ചിക്കണം. പിന്നെ പഴയ ഉപദേശങ്ങളകത്ത് നമ്മൾ നിൽക്കരുത്. സ്നാനപ്പെട്ടവരോട് കുറിച്ച് ഇനി സ്നാനപ്പെടാൻ പറയുന്നു, വേണ്ട. നമ്മൾ എന്താ ചെയ്യണം? അടുത്ത തലത്തിലേക്ക് വളരണം, അടുത്ത തലത്തിലേക്ക് ഉയരണം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 27:5 തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞു, എനിക്ക് മനസ്സുള്ളവര് ഞാൻ ഭൂമി അതിലുള്ളതെല്ലാം കൊടുക്കും. അമ്മൻ പറഞ്ഞില്ല. രൂപത്തിന് ശേഷം 4 പിശാചു എന്ന് പറയുകയാണ്, ഇതെല്ലാം എന്റേതാ, എനിക്ക് മനസ്സുള്ളവന് കൊടുക്കും. ഇതാ അടുത്ത പ്രശ്നം. സംശയമാണെന്ന് തോന്നുന്നു. വായിച്ച അവിടെ കാണുമായിരിക്കും. 27:5-20. ഞാൻ ഭൂമിയെ ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ദൈവം പറഞ്ഞു, എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. അപ്പോൾ ദൈവത്തിന് നല്ലതുപോലെ നമ്മളെ ഒന്ന് ബോധിക്കണം. ഇയ്യോബിനെ ബോധിച്ചതുപോലെ, ഇയ്യോബിനെ തെരഞ്ഞെടുത്തതുപോലെ, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് ദൈവത്തിന് ബോധ്യം വരികയാണെങ്കിൽ ദൈവം എല്ലാം എന്റെ കൈ തരും. മക്കളെ, നിങ്ങളുടെ കൈ തരും. ഇന്നുള്ള കാലങ്ങളെ ഓർക്കണ്ട. ഇന്നുള്ള ദിവസങ്ങളെ നിങ്ങൾ എണ്ണരുത്. അതിന്റെ അടുത്ത തലം വെളിപ്പെടാൻ പോകുക. ഞാനത് വിശ്വസിക്കുന്ന നല്ലതുപോലെ അടുത്ത തലം വെളിപ്പെടാൻ പോകുകയാണ്. ഉറപ്പാത് പറയുന്നത് അടുത്ത തലം വെളിപ്പെടാൻ പറയാം. എന്നിട്ട് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിശാച് പറയുന്നതോ അവിടെ പറയുന്നത്, ഇതെല്ലാം എന്റെ കയ്യിലേക്ക് തന്നേക്കാണ്, നീ എന്നെ ഒന്ന് കുനിഞ്ഞൊന്ന് ആരാധിച്ചാൽ ഞാൻ നിനക്ക് തരാം. ഇതാ പ്രസംഗം. പിശാചര അവൻ വെളിച്ചതൂതന്റെ വേഷം കെട്ടി
അവന്റെ ആയുധമായിട്ട് ഈ സാധനം എടുത്തോണ്ട് വരും. അവൻ നീതിയുടെ ആയുധം ധരിച്ചാൽ അവൻ ശങ്കിക്കേണ്ടതില്ല. ഹല്ലേലൂയ. ആമേൻ. കാരണം മനസ്സിലായോ? ഇതിനകത്ത് നമുക്ക് ഇതിന്റെ നല്ല ഭാഗങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് വചനത്തിന്റെ നല്ല അംശങ്ങളെ തിരഞ്ഞെടുത്ത് മനുഷ്യരിലുള്ളത് നല്ല അംശങ്ങളെ തിരഞ്ഞെടുത്ത് വ്യക്തികളിലുള്ള നല്ല അംശങ്ങളെ തിരഞ്ഞെടുത്ത് അതിനെ പിന്തുടരണം. ആമേൻ. അതിനെ പിന്തുടരണം. അതിനെ പിന്തുടരുമ്പോൾ ദൈവം അത് എന്റെ മേൽ പകരും. ആമേൻ. ദൈവ വചനത്തിന്റെ നമ്മൾ പിന്തുടരുമ്പോൾ ദൈവത്തിന്റെ നന്മ നമ്മളെ പിന്തുടരും. ആമേൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ശത്രു പറഞ്ഞതല്ല കേൾക്കേണ്ടിയേ. ആമേൻ. ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതല്ല കേൾക്കേണ്ടിയേ. കേൾക്കേണ്ടത് ഈ വചനത്തിനകത്ത് എന്തുണ്ടോ, എനിക്ക് വേണ്ടി എന്റെ ദൈവം എന്ത് കൽപ്പിച്ചാക്കിയിരിക്കുന്നു, ആ വചനം കേട്ട് ഏറ്റെടുത്ത് എന്റെ ഭവനം, എന്റെ വീട്, എന്റെ വസ്തു ഇത് എന്റേതാന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ ഇരുന്നപ്പോൾ ഒരു വീട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞതാ, ചിലരൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് അത് എടുക്കാൻ വേണ്ടി ആളുണ്ടെന്ന്. ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമാണ്. 5000 രൂപ എത്ര ഒരു സാധനം കുഴിച്ചെടുക്കുന്നതിന്. ഞാൻ വേറൊരു വീട്ടിലെടുത്തെന്ന് അവർ പറഞ്ഞു. ആ വീട്ടിൽ ആ കുഴിച്ചെടുത്തതിന് ശേഷമാണ് അവിടുത്തെ ആ ഒരു മനുഷ്യന് ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. എങ്കിൽ അത് അനർത്ഥം മാറിപ്പോകണ്ടേ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തേളുകളെയും പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് വചനം പറയുന്നു. ആ വചനം വിശ്വസിക്കാതെ അവിടെ കുഴിച്ചിട്ടത് വിശ്വസിച്ച് അത് എടുക്കാൻ വേണ്ടി വിശ്വസിച്ചാൽ നമുക്ക് അധികാരം ലഭിക്കുകയില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? എന്റെ വീട്ടിനകത്തോട്ട് ഒരു ബാധ കയറി വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. ആമേൻ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, കടലിന് മണൽ തരി കൊണ്ട് അതിര് വെച്ചിട്ട് പറഞ്ഞു, കടലേ ആമേൻ, നിനക്ക് ഈ മണൽ തരികളുടെ ഇവിടം വരെ ഇതിനിപ്പുറത്തോട്ട് നീ കടക്കരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രശ്നത്തോട് നമ്മൾ എന്ത് പറയണം? നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടിക്കുത്തി നിൽക്കുന്ന സമയത്ത് അതിനെ നോക്കി പറയണം, തിരമാലകൾക്ക് ഇവിടം വരെ വരാനേ അതിര് വെച്ചിട്ടുള്ളൂ, എന്റെ വീട്ടിനകത്തോട്ട് കയറാൻ അതിരില്ല, നിനക്ക് അവകാശമില്ല. പിശാചേ, നിനക്ക് എന്റെ ശരീരത്തെ തൊടാം, എന്റെ പ്രാണനെ തൊടാൻ നിനക്ക് അധികാരമില്ല. അപ്പൊ മനുഷ്യർ തള്ളിയതെങ്കിലും നല്ല മൂലക്കല്ലായി മാറ്റാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. യോബ് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 29 പറയുകയാണ്. ആമേൻ. അതിന് 29:14 പറയുകയാണ്, ഞാൻ നീതിയെ ധരിച്ചു, അത് എന്റെ ഉടുപ്പായിരുന്നു, എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെ ആയിരുന്നു. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. ദൈവത്തിന്റെ വലിയൊരു കാര്യങ്ങളെ കുറിച്ച് യോബ് പറയുകയാണ്. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് നടത്തിയത്, അതിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് യോബ് പറഞ്ഞു, ഇപ്പോഴും എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇയ്യോബിന്റെ ഭാഷയാണ്, എന്റേതല്ല, ഇയ്യോബിന്റെ ഭാഷയാണ്. എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിച്ചു. എന്തുകൊണ്ടാ? ദൈവം പിശാച് പോയി ദൈവത്തോട് വാദിച്ചപ്പോൾ ദൈവം ഒരു അവസരം കൊടുത്തു ഇയ്യോബിനെ തൊടാൻ അവസരം കൊടുത്തപ്പോ ഇയ്യോബിന്റെ കൂടെ വന്നിരിക്കുന്നവരെല്ലാവരും ഇയ്യോബിനെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് ഇയ്യോബിന് മനസ്സിലായി, എന്റെ ഭാഗത്ത് നേരുണ്ട്, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. ഇയ്യോബ് അതിന്റെ മുമ്പോട്ടുള്ള ഭാഗമൊക്കെ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഓടിച്ച് പറഞ്ഞു വിടാം. ദൈവം പറഞ്ഞു, എന്റെ മധ്യസ്ഥൻ ഉയരത്തിലുണ്ട്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഉയരത്തിലുണ്ട്, അവൻ നേരോടെ എനിക്ക് വേണ്ടി ന്യായം വിധിക്കും. അവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അതിനെ എന്നെ വെളിപ്പെടുത്തി തരും. അതുപോലെ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അതുപോലെ എനിക്കത് വെളിപ്പെടുത്തി തരും. എന്റെ ജീവിതം ദൈവമാണ് തീരുമാനിക്കുന്നത്, ഈ ദുഷ്ട പിശാച് അല്ല എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവൻ ദുഷ്ടതയുടെ ആത്മാവായി നടക്കുന്നവരല്ല എന്റെ വീട്ടിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന നിന്റെ കാര്യം തീരുമാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്നത് ഓരോ മനുഷ്യന്റെ കാര്യം തീരുമാനിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പറയാണ്, അവിടെ പറയുന്ന ഒരു വാക്യം ഇതാണ്, വാക്യം വായിച്ച്, അവരുടെ അപ്പന്മാര് ശ്രദ്ധിച്ചായിരുന്നു. അവരുടെ അപ്പന്മാര് എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ നായ്ക്കളോട് കൂടെ പോലും ആക്കുവാൻ ഞാൻ നിരസിക്കുമായിരുന്നു. ആ ഒരു വാക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ, നമ്മളെ കുറിച്ച് ദുഷിച്ചു പറയുന്നവരെ ഇയ്യോബ് പറയുന്ന ഒരു ഭാഷ എങ്ങനെയാണ്? എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ നടക്കുന്ന നായ്ക്കളെ കൂടെ പോലും ആക്കുവാൻ ഞാൻ മടിക്കുമായിരുന്നു. ഓ ഹല്ലേലൂയ. കാരണം അത്രയും നിന്ദിച്ചു യോബിനെ, അത്രയും വേദനിപ്പിച്ചു യോബിനെ. ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിച്ചെടുക്കണം, നമ്മളെ നിന്ദിക്കാൻ അവസരം ഉണ്ടാക്കിയെടുക്കുന്ന പിശാചിനെ നമ്മൾ കൂടെ നിർത്തണോ, അതോ അല്പദൂരം മാറി അവൻ നടന്നോട്ടെ എന്ന് പറയണോ? യേശുവിന്റെ നാമത്തിൽ അവൻ അവിടെ കാൽ കീഴാക്കണോ? ഹല്ലേലൂയ.
ആമേൻ ആമേൻ നമ്മളെ തകർക്കാൻ പറ്റുന്ന, ആമേൻ നമ്മളെ മുടിക്കാൻ വരുന്ന, ആമേൻ നമ്മളെ കണ്ണുനീരിലേക്ക് ആഴ്ത്തുന്ന, ആമേൻ ദുഷ്ട ശക്തിയെ ആമേൻ അങ്ങനെ അങ്ങ് നീക്കേണ്ടതാണോ? ആമേൻ അതോ പിശാചിനെ, തേളുകളെ, പാമ്പുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ആ ചവിട്ട് വന്ന അധികാരത്തിൽ എന്നെ നിങ്ങളെ കാൽ കീഴാക്കി മെതിച്ചു കളയണോ? സങ്കീർത്തനത്തിൽ പറയുന്ന പെരുമ്പാവിനെ ബാലസിംഹത്തെയും ഞാൻ മെതിച്ചു കളയും. ആ വചനം ഒന്ന് ഏറ്റെടുത്ത മക്കളെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ ആ വചനം ഒന്ന് ഏറ്റെടുത്ത്. ആമേൻ പെരുമ്പാവിനെ ബാലസിംഹത്തെയും ഞാൻ മെതിച്ചു കളയും. ആമേൻ ആമേൻ. ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് അങ്ങ് കയറി മെതിക്കണം. മെതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് തവിട് പൊടിയാക്കുക, മെതിക്കുക, അതിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുക. ആമേൻ മെതിക്കുക എന്ന് വെച്ചാൽ അതിനെ കാൽക്കീഴിലിട്ട് ചവിട്ടി കൂട്ടുക. ആമേൻ ആമേൻ. അതിനെ ചവിട്ടുമ്പോൾ അതിനകത്ത് നല്ലൊരു സാധനം പുറത്തു വരും. ആമേൻ ആമേൻ. ഇനി അത് വരികയാണ് വീട്ടിൽ. ആമേൻ. പണ്ട് ഞങ്ങള് കുരുമുളകുള്ള കാലത്ത് ഈ നല്ലോണം കുരുമുളകിനെ കൂട്ടിയിട്ട് ചവിട്ടുമ്പോൾ അതിന് നല്ല മണി വേറെ കിട്ടും. ആമേൻ. അതിന്റെ കൊത്തല് വേറെ പോകും. അതിനെ എടുത്ത് വാരിയങ്ങ് കളയും. എന്നിട്ട് മണി ശേഖരിക്കും. അവൻ മെതിക്കുന്നു എന്ന് പറഞ്ഞാൽ പെരുമ്പാവിനെ ബാലസിംഹത്തെ മെതിച്ചാൽ അവനിൽ നിന്ന് ചിലത് പുറത്തു വരും. അവനിൽ നിന്ന് ചിലത് പുറത്തു വരും. അവനിൽ നിന്ന് ചിലത് പുറത്തു വരും. അവൻ ദാവീദ് പറയും, അവൻ സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ എന്റെ ആടിനെ അവന്റെ വായ പിളർന്ന പുറത്തെടുത്തത്. അതിനെ മെതിക്കാനുള്ള അധികാരം അവൻ പ്രാപിച്ചത് കൊണ്ട് അതിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞേ. മനസ്സിലാകുന്നു? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അവൻ നീ തള്ളപ്പെട്ട കല്ല, പക്ഷേ ജീവനും മാന്യമുള്ള കല്ലായി നീ മാറ്റപ്പെട്ടിരിക്കുക. നമ്മളെ കുറിച്ചുള്ള അധികാരം നമ്മൾ തിരിച്ചറിയണം എന്ന് പറയും. അവൻ നിന്നിൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ ആമേൻ ആമേൻ. നിങ്ങളോട് എതിരെ നിൽക്കുമ്പോൾ ഓരോന്നിനെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. 38:1 മുതൽ പെട്ടെന്ന് വായിച്ചേ. തള്ളപ്പെട്ട കല്ല്, എല്ലാവരുടെ മുമ്പിൽ തള്ളപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് എന്ന് പറയുന്നത് വായിച്ചേ. അനന്തരം യഹോവ ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തതെന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇരുളാക്കുന്നവർ ഇവനാ. ആര്? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ള എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ കയറി പറഞ്ഞ, ഒരു കാലത്ത് അരമുറുക്കി രാജാവായി നടന്ന ഇയ്യോബ് ഈ അസുഖങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാം തകർന്നു, നന്മ തകർന്നു, എല്ലാം തകർന്നു, ഒറ്റപ്പെട്ടു. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടു, എല്ലാവരാലും തള്ളപ്പെട്ടു. ഭാര്യ പോലും തള്ളി പറയാൻ പറഞ്ഞു, തള്ളിക്കളഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? തള്ളിക്കളഞ്ഞു. അമ്മ ഭാര്യ പോലും കൂടെ ഇരുന്നില്ല. അമ്മ നമ്മൾക്ക് ഞാൻ ഏത് കാര്യം ആരും കൂടെ ഇരുന്നില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ഉറപ്പാണ്. അമ്മ ഇവിടെ വന്നിട്ട് ദൈവം കൂടെ ഇരുന്നിട്ട് പറയാണ്, അമ്മ ഇയ്യോബേ നീ അര കെട്ടി എഴുന്നേൽക്കുക, അര മുറുക്കിക്കൊള്ളുക. എന്ന് വെച്ചാൽ നീ നേരത്തെ ഉണ്ടായിരുന്ന പ്രൗഢി നിനക്ക് നഷ്ടപ്പെട്ടു പോയി. അമ്മ നേരത്തെ ഉണ്ടായിരുന്ന അനുഗ്രഹം നിന്റെ കയ്യിലില്ല. അമ്മ നേരത്തെ ഉണ്ടായിരുന്ന അധികാരം നിന്റെ കയ്യിലില്ല. നേരത്തെ നിന്നോട് കൂടി ഇരുന്ന സുഹൃത്തുക്കൾ നിന്റെ കൂടെ ഇല്ല. നേരത്തെ നിന്നെ ബഹുമാനിച്ചവർ നിന്റെ കൂടെ ഇല്ല. നേരത്തെ നിന്നെ ആദരിച്ചവർ നിന്റെ കൂടെ ഇല്ല. നേരത്തെ നിന്റെ അപ്പം വാങ്ങിത്തുന്നവർ നിന്റെ കൂടെ ഇല്ല. അമ്മ ഇങ്ങനെയുള്ളവരെല്ലാവരും നിന്നെ വിട്ടു മാറി. ഇപ്പോൾ നീ ഏകനായി നിൽക്കുകയാണ്. ആ അധികാരം നിനക്ക് തിരിച്ചു വരണമെങ്കിൽ നിന്റെ അരപ്പെട്ട അത് മുറുക്കി നീ എഴുന്നേൽക്ക്. ഇയ്യോബേ നിന്നെ ഞാൻ പകരം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. മനസ്സിലാകുന്ന എല്ലാവരും തള്ളിയെടുത്ത് മാനിക്കുന്ന ഒരു കർത്താവ്, എല്ലാവരും ഉപേക്ഷിച്ചെടുത്ത് മാനിക്കുന്ന ഒരു കർത്താവ്, വേണ്ടപ്പെട്ടവർ അകറ്റി നിർത്തിയെടുത്ത് മാനിക്കുന്ന ഒരു കർത്താവ്. എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഇയ്യോബ് നല്ലതാന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അവന് അസുഖം വന്നപ്പോൾ എല്ലാവരും ത്യജിച്ചു കളഞ്ഞു. എന്നാൽ അവിടെ വെച്ച് ദൈവം പറയാണ്, ഇയ്യോബേ നിന്റെ അരകെട്ടി മുറുക്കുക. ഏതൊക്കെയോ ഇയ്യോബുമാരോട് ദൈവം പറയുന്നു, നിന്റെ അരകെട്ടി മുറുക്കുക. നമ്മളിൽ നേരും നിഷ്കളങ്കത ഉണ്ടെങ്കിൽ മക്കളെ അരകെട്ടി മുറുകിക്കോ. അടുത്തൊരു കൊയ്ത്തിന് സമയമായി. സത്യമുള്ളവൻ സത്യത്തിന്റെ ആത്മാവ് അകത്ത് വെളിപ്പെടുമ്പോ ദൈവം ഇറങ്ങി വരുന്നപ്പോൾ കൂടെ സത്യമുണ്ടെങ്കിൽ നമ്മുടെ അരകെട്ടി മുറുക്ക്. സത്യം കൊണ്ട് അരകെട്ടി മുറുക്ക്. ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരികയാണ്. എല്ലാവരും തള്ളപ്പെട്ടെടുത്ത്, എല്ലാവരും തള്ളിക്കളഞ്ഞെടുത്ത് ഇയ്യോബിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരിക. മക്കളെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ദൈവം ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച പല സ്ഥലങ്ങളുണ്ട്. ദൈവം ഇറങ്ങി വന്ന് പല ഭക്തന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു, കോരസിനോട് ദൈവം സംസാരിച്ചു. അവൻ എന്റെ ഇടയനാണ്, അവൻ എന്റെ പാലകത്തെ പണിയും, അവൻ തുടങ്ങിയാൽ അതിനെ ആരും തകർക്കത്തില്ല. അതേ മക്കളെ, ദൈവം നിയന്ത്രിക്കുന്നവൻ, ദൈവം ആലോചന പറഞ്ഞവൻ അത് നിവർത്തീകരിക്കും നിശ്ചയം. അത് നിവർത്തീകരിക്കും നിശ്ചയം. മികപ്രവാദത്തിനാണ് ഒരു വാക്യമുണ്ട് ഇങ്ങനെ, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി നീ സന്തോഷിക്കരുത്. ഞാൻ വീണു എങ്കിലും എഴുന്നേൽക്കും. ഞാൻ വീണു എങ്കിലും എഴുന്നേൽക്കും. എന്റെ ശത്രു ആരാണോ അവരെ നോക്കി പറയണം, നീ എന്നെ നോക്കി സന്തോഷിക്കരുത്. ഓ ജീസസ്,
ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വീണു എങ്കിലും എഴുന്നേൽക്കും. അവൻ അങ്ങനെ പറയണം, ധൈര്യത്തോടെ പറയണം. അവൻ ഇവനെ അവൻ വീഴുവാൻ തക്കവണ്ണം അവനെ തള്ളി എങ്കിലും യഹോവയുടെ കരമനെ താങ്ങി അവന്റെ ഭുജബലമായി എന്നെ ഇതുവരെ നടത്തിയത്. അവൻ ഞാൻ വീണു എങ്കിലും എനിക്കൊന്ന് യോ അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. നമ്മൾ പറയും യേശുവിന്റെ നാമത്തിൽ നിന്റെ ശക്തി ഞാൻ എന്റെ കാൽ കീഴാക്കുകയാണ്. ആമേൻ, ആമേൻ. ഞാൻ ഇതിന്റെ മകളിൽ അരകെട്ടി മുറുക്കിയെടുന്നേൽക്കും. എന്റെ ദൈവം അവനോട് കൂടെ ഉണ്ടെങ്കിൽ എന്നെ പരാജയപ്പെടുത്താൻ ദുഷ്ട നിനക്ക് കഴിയത്തില്ല. അവൻ പിശാച് നമ്മുടെ മുമ്പിൽ അലറുന്ന സിംഹം പോലെ വന്നു കഴിഞ്ഞാൽ അവൻ അതിനെ തകർക്കാൻ എങ്ങനെയാന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അവൻ ദൈവം പറയുക, നേരും നിഷ്കളങ്കതയുള്ളവനോട് അവൻ ദൈവം അവൻ പറഞ്ഞ സാക്ഷ്യം അനുസരിച്ച് ആ സാക്ഷ്യത്തിൽ നിന്നവൻ തകർന്നു പോയപ്പോൾ എല്ലാവരും കൈവിട്ടു, എല്ലാവരും തള്ളി പറഞ്ഞു, എല്ലാവരും ഒറ്റപ്പെടുത്തി. പക്ഷെ ദൈവം അവിടെ ഇറങ്ങി വന്നു. എന്നിട്ട് പറയുന്ന ഒരു വാക്കിതാണ്, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഇവരാര്? ആമേൻ, ആമേൻ. ഇവർക്ക് അറിവില്ല മക്കളെ എന്റെ ദൈവം ആരാണ്. ആമേൻ, ആമേൻ. മനസ്സിലാകുന്നു? ആമേൻ. നമ്മളെ കളിയാക്കുന്നവർക്കും നിന്ദിക്കുന്നവർക്കും അപമാനിക്കുന്നവർക്ക് അറിയത്തില്ല എന്റെ ദൈവം ആരാണ്. അവൻ നിന്റെ ദൈവം ആരാണ് അവർക്ക് അറിയത്തില്ല. അവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. അവൻ ഞാനൊരിക്കലും എന്നോട് പറഞ്ഞു, നമ്മള് സ്വാമി എല്ലാവരോടും ഇപ്പൊ ഒരു കാര്യം പറയണ്ട, നമ്മൾ ചിലത് കാണിച്ചു കൊടുക്കാൻ പോകും. ആമേൻ. ഇല്ല, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു. അങ്ങനെ ആമേൻ, ആമേൻ. ഇല്ലേ, ചിലതൊക്കെ അങ്ങനെ പറ്റുള്ളൂ. ആമേൻ, ആമേൻ. അമ്മ ചിലതിനെയൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കണം. അമ്മ എന്താ ദൈവം ചെയ്തേ? ഇതേ ഇരിക്കുന്നു. അമ്മ എന്താ ദൈവം ചെയ്തേ? ദേ കണ്ടോ. അമ്മ എന്താ ദൈവം ചെയ്തേ? എന്റെ വീട്ടിലേക്ക് വാ. അമ്മ എന്താ ദൈവം ചെയ്തേ? എന്റെ കൂടെ വാ. നമ്മൾ കാണിക്കാൻ പോയി. അമ്മ നിനക്ക് എന്താ കിട്ടി? എന്റെ കൂടെ വാ. അമ്മേൻ, ആമേ. നമ്മളിത് കാണിച്ചു കൊടുക്കും. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഒന്നുപോലും മറച്ചു വെക്കരുത്. അവൻ ആരൊക്കെ തള്ളിയാലും ഉപേക്ഷിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും അവൻ ദൈവം ചെയ്തതൊന്നുപോലും മറച്ചു വെക്കരുത്. അവൻ എന്നിട്ട് ഇവിടെ പറയാണ്, അവൻ എന്നിട്ട് അടുത്ത ചോദ്യം യോബിനോട്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോ നീ എവിടെ ആയിരുന്നു? അതൊക്കെ ചോദ്യമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നീ എവിടെ ആയിരുന്നു? തള്ളിക്കളഞ്ഞ എല്ലാവരും തള്ളിവരോട് ചോദിക്കുക, നീ എവിടെ ആയിരുന്നു? ഇപ്പൊ നമ്മളാണെങ്കിൽ പറയാം, നീ അടിസ്ഥാനം വിട്ടപ്പോ നമ്മൾ അങ്ങനെ ഉള്ളം കരകലാണ് പറയുന്നത്. വചനം നമ്മുടെ കയ്യിലുണ്ട്. അന്ന് ഇതില്ലല്ലോ, ആരുടെ കയ്യിൽ ന്യായപ്രമാണം വചനം കിട്ടിയിട്ടില്ല. ഇതൊക്കെ പറയുന്ന സമയത്ത് വചനമുണ്ടോ? ഇല്ല. അമ്മേ, അപ്പൊ നമ്മൾ ഇന്നാണെങ്കിൽ നമുക്ക് പറയാം, കർത്താവ് അങ്ങയുടെ കരങ്ങളിലാണ്. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥന, കർത്താവ് അങ്ങയുടെ ഉള്ളം കരങ്ങളിലാണ്. ഞാൻ എന്നെ അങ്ങയുടെ ഉള്ളം കരങ്ങളിൽ വായിക്കും. അവൻ എന്നെ അങ്ങനത്തെ എടുത്ത് താലോലിക്കും, എന്നെ മോമനിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, കാരണം നമ്മുടെ ഒരു വചനം കിട്ടി. പക്ഷെ ഇതൊന്നും അറിയാതിരുന്നപ്പോൾ ഇയ്യോബ് പറഞ്ഞ, എല്ലാം ദൈവമേ നീ എല്ലാം അറിയുന്നു. അവൻ നിനക്ക് മറവായിട്ടൊന്നുമില്ല. അമ്മ എന്റെ സകല കാര്യങ്ങളും നീ അറിയുന്നു. ആമേ. അപ്പോൾ ദൈവം വീണ്ടും പറഞ്ഞു, ഇയ്യോബേ നീ അരകെട്ടി മുറുക്ക്. ആമേൻ. നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ഞാൻ നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. ആമേൻ. നിനക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അവിടെയൊക്കെ നിനക്ക് ഞാൻ മടക്കി തരാൻ പോവുകയാണ്. ആമേൻ. നിനക്ക് ഏതൊക്കെ മേഖലകളിൽ നഷ്ടപ്പെട്ടോ അതൊക്കെ ഞാൻ മടക്കി തരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഈ നഷ്ടങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു കൂടാരമാണ്. എവിടെ പോയാലും നഷ്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ ഇന്ന് ഞാൻ അതങ്ങനെ പറയുന്നു, തുറന്ന് പറയാം. എന്ത് കൈവച്ചാലും ആരെ സഹായിച്ചാലും അവർക്കത് കെണിയായിട്ട് വരും. കഴിഞ്ഞ ദിവസം ഞാൻ പാദസ്വരവും പൈസയും പോയെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഈ ഭാഗം പെട്ടെന്ന് ഓടി വന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സോട് ചോദിച്ചു, ദൈവമേ ഇവരാണെങ്കിൽ ഇതിലേ കൊണ്ട് വെച്ചാൽ ഇവരെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ, ഒന്നും തിരികെ കിട്ടുന്നില്ലല്ലോ. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരിക്കലൊരു മുതലാളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പണിയെടുത്ത പൈസ, എന്റെ അധ്വാനപരം ഒരിക്കലും നഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ എല്ലാവരും കൂടെ തിരക്കിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ശിശു കഷ്ടപ്പെട്ട പൈസ തിരിച്ചു നഷ്ടപ്പെട്ടു പോകത്തില്ല. എന്നോട് പറയാൻ എന്റെ ജീവിതത്തെ കുറിച്ച് നല്ലതുപോലെ അറിയുന്നതാണ്. അദ്ദേഹം പറഞ്ഞോട്, ശിശു ആ പൈസ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ ചുമ്മാ തുണി മാറിയെടുത്ത് പോയി നോക്കിയപ്പോ കല്ലിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. ഈ ഭാഗം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് നഷ്ടപ്പെടത്തില്ല. ഞാൻ ഇവളോട് പറഞ്ഞൊന്ന് പോയി അങ്ങോട്ട് നോക്കാം. ഇവളും പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി നോക്കാം, വീട്ടിൽ പോയി ഒന്ന് നോക്കാം. ആമേൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാം നഷ്ടപ്പെടുന്ന അവരെ കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത്, നീ അരകെട്ടി മുറുക്ക, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ആമേൻ, ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടവര് ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. നമ്മളൊന്ന് അരകെട്ടി മുറുക്കി ഒന്ന് എഴുന്നേൽക്കണം. ദൈവം പറയുകയാണ്, ദൈവം ഇയ്യോബേ നിന്റെ അരകെട്ടി ഒന്ന് മുറുക്കി എഴുന്നേൽക്കുക. ആമേൻ, ആമേൻ. എന്നിട്ട് അതിന്റെ മുമ്പോട്ട് പെട്ടെന്ന് സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറയും. 42 പറയുന്നത് എങ്ങനെയാണ്? എന്നിട്ട് പറയും, അത് വായിച്ച് 42-1-2 വായിച്ച്. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലതും കഴിയുമെന്നും
നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്തുവായിരുന്നു? ഇവരൊക്കെ ദുഷ്ടത ചെയ്യാത്തത് കൊണ്ട് ദുഷ്ടത വിതയ്ക്കത്തില്ല. അപ്പൊ ദുഷ്ടത ചെയ്തവൻ മാത്രമേ ദുഷ്ടത വിതയ്ക്കത്തുള്ളൂ. ആര് പറഞ്ഞു? കൂട്ടുകാർ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇയ്യോബ് എന്താ പറയുന്നത്? ഇയ്യോബ് പറയും, ദൈവത്തോട് പറയാം, ദൈവമേ, നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ആമേൻ, ആമേൻ. ആരെ കെട്ടി മുറുക്കാൻ പറയപ്പെടും. അപ്പോൾ ഞാനൊരു കാര്യം ഇതൊരു ഉറപ്പിച്ച് പറയാം, ദൈവത്തിന്റെ ഉദ്ദേശമേ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ആമേൻ. ദൈവം എന്ത് പറയുന്നോ അത് മാത്രമേ നടക്കൂ. ആമേൻ. എന്റെ ജീവിതത്തെ കുറിച്ച്, എന്റെ ഭാവിയെ കുറിച്ച് ദൈവം എന്ത് കൽപ്പിച്ചോ അത് മാത്രമേ നടക്കൂ. ആമേൻ, ആമേൻ. നിങ്ങളുടെ ഭാവിയെ കുറിച്ച്, നിങ്ങളുടെ മുമ്പിലുള്ള ഉന്നമനത്തെ കുറിച്ച് ആമേൻ, ദൈവം എന്താണോ പറഞ്ഞത് അത് നടക്കും. ഹല്ലേലൂയ. ദൈവം എന്ത് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞ ഒരു കാര്യമാണ്. അമ്മ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്, ഒത്തിരി ജോലികൾ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ ദൈവം പറഞ്ഞതിലേക്ക് നമ്മൾ എത്താറില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരാളോട് ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു ചെറിയൊരു ബിസിനസ് ആണ് നിങ്ങളെ കുറിച്ച് ദൈവാത്മാവ് കാണിക്കുന്നത്, ആ ബിസിനസ്സിലേക്ക് നിങ്ങൾ കയറി വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കും, ദൈവം കൂടെ നിൽക്കും, പക്ഷെ ആ അനുഗ്രഹം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ യഹൂദന് അല്ലെ ലേവിയർക്ക്, ലേവിയ ഗോത്രത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ. അപ്പൊ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്താലേ പറ്റൂ. ലേവ്യം പുരോഹിതന, ആ പുരോഹിത ശുശ്രൂഷ ചെയ്താലേ പറ്റൂ അവൻ. പക്ഷേ ആമേൻ മനസ്സിലായില്ലേ? ഇടയന്മാർക്ക് അതേ പറ്റുകയുള്ളൂ. ആമേൻ, ആമേൻ ഇല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ദൈവം അത് കൊടുത്തു. അതിൽ മറ്റേ ഈ ചെമ്പ് ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, ഇരുമ്പ് ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ജോലി ദൈവം വേർതിരിച്ചു കൊടുത്തു. ആമേൻ. അത് മാത്രമേ അവർ ചെയ്താൽ വിജയിക്കൂ. ആമേൻ. അത് ചെയ്താൽ മാത്രമേ വിജയിക്കൂ. നമ്മളോടും അത് തന്നെ. ഇയ്യോബിനോട് ഇവിടെ പറയാ, ആമേൻ, ഇയ്യോബേ, നീ അരകെട്ടി മുറുക്കി എഴുന്നേൽക്ക്. അവൻ നിന്റെ കാര്യമൊന്നും അസാധ്യമല്ലെന്ന് ദൈവത്തോട് പറയും. എനിക്കറിയാം. അതുകൊണ്ട് അവൻ ദൈവം ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് നടക്കും. അവൻ പറഞ്ഞു, ദൈവം എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ നടക്കും. ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളിൽ നടക്കും. ഞാനത് ഉറപ്പിച്ച് പറയാം, ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട്. ആമേൻ. അത് ദൈവത്തിന്റെ ഒരു എന്താ പറയുന്നത്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അങ്ങനെയാണ്. ദൈവം അങ്ങനാണ്. അവൻ കൃത്യമായിട്ട് നടക്കും. എന്നിട്ട് ഇവിടെ പറയാണ്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമൊന്നും ഞാൻ അറിയുന്നില്ല. അവൻ എന്നിട്ട് പറയുന്നത്, അറിവ് കൂടാതെ ആരോധനെ മരിച്ചു കഴിയുന്നില്ല. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ അവിടെ അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. എന്നിട്ട് യോബ് ഇത്രയും ദൈവം പറയാണ്, ഞാൻ നിഷ്കളങ്കര നീതിമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് യോബ് പറയാണ്, അയ്യോ കർത്താവ്, ഞാനും അറിവ് കൂടാതെ ചിലത് പറഞ്ഞു പോയി. അതിന് എന്റെ ചിന്തയൊക്കെ ശരിയാണെങ്കിൽ യോബ് പറയുന്നുണ്ട്, ചില സ്ഥലത്ത് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ഉണ്ടായ രാത്രി ഇല്ലാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ അതന്ന് അവൻ നശിച്ചു പോയില്ല, ചാപിള്ളെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ യോബ് അറിവ് കൂടാതെ പറഞ്ഞൊരു കാര്യമാണ്. അമ്മ ഇതായിരിക്കാം ഇയ്യോബ് ഇവിടെ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. എന്റെ ചിന്തയാണ്. അമ്മ എന്റെ പ്രസംഗ ഭാഷയുടെ ശൈലിയാണ്. അമ്മ ഇങ്ങനെ ചിന്തിച്ച ആ രാത്രിയെ കുറിച്ച് ഇയ്യോബ് ഇവിടെ അനുഭവിക്കുകയാണ്. അമ്മ മക്കളെ, നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനുതാപം ആവശ്യമാണ്. അനുതാപമുള്ള ഹൃദയം നമുക്ക് ആവശ്യമാണ്. എവിടെ വെച്ചെങ്കിലും ദൈവം നമുക്ക് നൽകിയ ശരീരത്തെ കുറിച്ചോ, ദൈവം നമുക്ക് നൽകിയ മനസ്സിനെ കുറിച്ചോ, നമ്മൾക്ക് തന്ന കൂട്ടാളികളെ കുറിച്ചോ, നമ്മൾക്ക് തന്ന തലമുറയെ കുറിച്ചോ, നമ്മൾക്ക് തന്ന മാതാപിതാക്കളെ കുറിച്ചോ എന്തെങ്കിലും അറിവ് കൂടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പകലിൽ നമ്മൾക്കൊരു മടങ്ങി വരുമ്പോൾ മാനസാന്തരം ആവശ്യമാണ്. ആ മാനസാന്തരപ്പെട്ട് നമ്മൾ പറയണം, ഞാൻ അറിവ് കൂടാതെ ഇത് പറഞ്ഞു. ആമേൻ, ആമേൻ. അബ്രഹാം പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മ 2-3 പ്രാവശ്യം ദൈവത്തോട് സംസാരിച്ച്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ ദേശം നശിപ്പിക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കുറഞ്ഞു വരുമ്പോ പറയാണ്, അയ്യോ, ഞാൻ നിന്നോട് സംസാരിക്കാൻ എന്റെ വാ തുറന്നു പോയല്ലോ, എന്നോട് കോപിക്കരുത്. ആമേൻ. ദൈവത്തോട് പറയാ, കാരണം ദൈവത്തോട് നമുക്ക് തിരിച്ച് സംസാരിക്കാനില്ല. ഇവിടെ യോബും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, അവൻ ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ആമേൻ, ആമേൻ. മനസ്സിലായോ? നേരത്തെ എനിക്ക് നന്മ ഉണ്ടായിരുന്നു, സകലരും ഉണ്ടായിരുന്നു, എല്ലാവരും എന്നെ ബഹുമാനിക്കുമായിരുന്നു. അന്ന് ഞാനൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. കഷ്ടതയിൽ ഇരുന്നപ്പോഴും ആ കേൾവി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്റെ മേൽ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോൾ ഞാനിപ്പോൾ കേൾക്കുകയല്ല ചെയ്യുന്നത്, കാണുകയാണ്. ആമേൻ, ആമേൻ. ആമേൻ. ദൈവം ചെയ്യുന്നത് കാണുകയാണ്. ആമേൻ. ആമേൻ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർ സാക്ഷ്യം പറയുന്നത് കേൾക്കും നമ്മൾ, അല്ലേ? അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു, നമ്മൾ കേൾക്കും. പക്ഷേ ഇന്നുകൾ നമ്മൾ കാണുകയാണ്. ആമേൻ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നുകൾ ആമേൻ ഞങ്ങളുടെ കൈയാൽ അത് കാണുകയാണ്, ഞങ്ങളുടെ കണ്ണുകളിൽ അത് കാണുകയാണ്, ഞങ്ങളുടെ ചെവികളിൽ അത് കേൾക്കുകയാണ്. മക്കളെ, നമ്മൾ ഒരുമിച്ച് അത് കേൾക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയട്ടെ, ദൈവ മഹത്വം ഇറങ്ങി വരാൻ സമയമാകുമ്പോൾ ആമേൻ നിങ്ങളെ കുറിച്ചുള്ള വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുക. ആമേൻ. നിശ്ചയമായിട്ടും അത് സംഭവിക്കും. അതിനുള്ള സമയം ഇത് അടുത്തു വരികയാണ്. ആമേൻ. തക്ക
സമയത്ത് നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ അവന്റെ ബലമുള്ള കൈക്കീഴിലൊന്ന് താണിരുന്ന് കൊടുക്കുക. അവൻ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. അവൻ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. അവനെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ പറയാണ്. അടുത്ത യോബ് ദൈവം പറയാണ്, അവന്റെ മുമ്പിൽ ദൈവം യോബ് നിനക്ക് വേണ്ടി യാഗം കഴിപ്പത്തക്കവണ്ണം അവൻ കാളയും ആട്ടുകൊറ്റനെയും കൊണ്ടുവരണം. അവൻ നോക്ക് മക്കളെ, ഒരു കുറ്റം പറയാതിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു. യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ നിന്ദിച്ചാൽ, അപമാനിച്ചാൽ, അവഹേളിച്ചാൽ അവരെ നമ്മൾ കൈ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. നമ്മുടെ എതിരെ ആരെങ്കിലും നിന്നാൽ അവരെ കൈ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ മഹത്വം അവരുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. യോബിന് വന്ന കാലം അവസാനം നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പോലെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ യോബിന് വന്ന അവസാനം ഓർത്തുകൊള്ളുക എന്ന് പറയുന്നത് പോലെ യോബിന് വന്ന അവസാനം തന്നെയാണ് നമ്മുടെയും അവസാനം. ആർക്കും ആമേൻ പറയാൻ പറ്റിയില്ലല്ലോ. എടാ, എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോ നിങ്ങൾ ഓർത്തോളൂ, യോബിന് എന്താണ് അവസാനം, അത് തന്നെയാണ് നമ്മുടെ അവസാനം. ആമേൻ 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 ആമേൻ. ബൈബിളിൽ പറയുന്നത് ആദ്യം ഇച്ചിരി കയ്പാണെങ്കിൽ അന്ത്യം മധുരമോ. നമ്മളും പാടാറുണ്ട്, ആദ്യമെങ്കിൽ കയ്പായെങ്കിലും അന്ത്യമോ മധുരമത്ര എന്ന് പാടാറുണ്ട്. ആമേൻ. അതുപോലെ തന്നെയാണ്, ആദ്യമെങ്കിൽ ചിലത് കയ്പായാലും അന്ത്യം അത് മധുരമായി മാറ്റാൻ പോകുകയാണ്. എന്റെ ദൈവത്തിന്റെ കഴിവ്, പ്രവൃത്തി അതാണ്. നമ്മുടെ മുമ്പിൽ കയ്പായിരിക്കും, മനുഷ്യരുടെ മുമ്പിൽ കയ്പായിരിക്കും, പക്ഷെ അന്ത്യം അത് മധുരമായി മാറാൻ പോകുകയാണ്. ആമേൻ ആമേൻ ആമേൻ. ഞാൻ ഇതിന്റെ അകത്ത് വചനം വായിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, ജീവനുള്ളപ്പോൾ സാക്ഷ്യം പറഞ്ഞാൽ കൊള്ളാം. ആമേൻ ആമേൻ. നമ്മളെ കുറിച്ച്, നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച്, നമ്മുടെ വീട്ടിലുള്ള മക്കളെ കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ജീവനുള്ളപ്പോൾ നല്ല സാക്ഷ്യം പറയണം. മരിച്ചു കഴിഞ്ഞിട്ട് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സമയമില്ലെങ്കിൽ ഒരു വാക്ക് പറയാം. കഴിഞ്ഞ ദിവസം എന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ കള്ളമുള്ള വായ്പ കൊണ്ടുവന്ന് എന്നെ ഉമ്മ വെക്കരുത്, ഞാൻ മരിച്ചു കിടക്കുമ്പോ. അമ്മ പറഞ്ഞു, അമേൻ അമേൻ. അനാവശ്യമുള്ള പണം മേടിച്ചിട്ട് ആ പണം കൊണ്ടുവന്ന് എന്നെ അടക്കരുത്. ഞാൻ അവരോട് പറഞ്ഞ കാര്യമാണ്. ആ പണം അവർക്ക്, ആ കൈ മേടിച്ച പണം അവർക്ക് അങ്ങനെ മേടിച്ചിട്ടുണ്ട്, അവരുടെ കൈ അശുദ്ധമാണ്. ആ കൈ കൊണ്ടുവന്നിട്ട് എന്നെ അടക്കാനായിട്ട് ആ കൈ കൊണ്ടുവന്ന് ഉപയോഗിക്കരുത്. അമേൻ. കള്ളം പറഞ്ഞ വാക്കുകൊണ്ട് എന്നെ അന്ത്യചുംബനം ചുംബിക്കരുത്. അമേൻ. ഞാൻ അവരോട് പറഞ്ഞു. അവര് രണ്ടുപേരും ഇച്ചിരി വിഷമം വന്നാലും വേണ്ടില്ല. അമേൻ. അതെനിക്ക് വേണ്ട. അമേൻ. അവർ വിശുദ്ധമായിരിക്കണം, അവർ നിഷ്കളങ്കരായിരിക്കണം. മക്കളെ, നമ്മളെല്ലാവരും നിഷ്കളങ്കരായിരിക്കണം. അമേൻ. അവർ ദൈവത്തോട് കൂടെ നടന്നു. അല്പമേ ജീവിച്ചുള്ളെങ്കിലും അത് രാജാക്കന്മാരെ പോലെ, ഒരു ദിവസമേ ഉള്ളെങ്കിലും അത് രാജാവിനെ പോലെ. എന്റെ കർത്താവ് സാക്ഷ്യം പറയണം, നമ്മളെ നോക്കി സാക്ഷ്യം പറയണം. നേരുള്ളവനാ, അവൻ നിഷ്കളങ്കനാ, അവൻ ദോഷം വിട്ടകന്നവനാ. ഈ സാക്ഷ്യം എന്നെ കുറിച്ച് കേൾക്കണം, എന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. യോബിന്റെ അടുക്കൽ വന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ, അതെനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല. എന്റെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് എനിക്ക് ദോഷമുള്ള കാര്യം, ഞാൻ അതിനെ വിട്ടുകളയും. എനിക്കത് വിഷയമുള്ള കാര്യമേ അല്ല. പക്ഷേ എന്റെ ദൈവം എന്നെ കുറിച്ച് പറയണം, ഇവൻ നേരുള്ളവനാ, ഇവൻ നിഷ്കളങ്കനാ, ഇവൻ ദോഷം വിട്ടകലുന്നവനാ. ആ മേഖലകളിലേക്ക് മക്കളെ നമ്മൾ കയറി വരണം. അവൻ ആവശ്യമില്ലാത്തത് നമുക്ക് വേണ്ട, ആവശ്യമില്ലാത്തതൊന്നും നമുക്ക് വേണ്ട, അർഹിക്കാത്തതൊന്നും എനിക്ക് വേണ്ട. എന്റെ ദൈവം അർഹിക്കാത്ത നന്മകൾ എന്റെ മേൽ പകരുന്നുണ്ട്, അർഹിക്കാത്ത സ്ഥാനമാനങ്ങൾ എന്റെ ദൈവം എനിക്ക് പകരുന്നുണ്ട്. അത് മതി എനിക്ക്, അത് മതി എനിക്ക്. അല്ലാതെ കള്ളവും കപടവും പറഞ്ഞ് എനിക്കൊരു സ്ഥാനമാനം വേണ്ട. 40 ദിവസമേ ഉണ്ടെങ്കിലും അത് നിഷ്കളങ്കതയോടെ. അവൻ എന്റെ അവസാനം ആദ്യത്തേത് പോലെയല്ല, അത് നമ്മൾ കാണണം. യോബിന് വരുത്തിയ അന്ത്യം, അത് കർത്താവ് എവിടെയൊക്കെ നഷ്ടങ്ങൾ വന്നോ അവിടെയൊക്കെ ഇരട്ടി മാന്യതയോടെ ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ നല്ല നില പ്രാപിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ ദൈവവേല ചെയ്താൽ അവൻ നല്ല നില പ്രാപിച്ചിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ശ്രേഷ്ഠനായി മാറ്റപ്പെടും. ഹല്ലേലൂയ. ആമേൻ. മക്കളെ, നമ്മളെ ആരെയും ദൈവസന്നിധിയിൽ തള്ളിക്കളഞ്ഞ കല്ലുകൾ ദൈവസന്നിധിയിൽ നീതിയുള്ള കല്ലുകളാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ആമേൻ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നീതിയുള്ള കല്ലുകളാണ്. ആമേൻ. അതുകൊണ്ട് അത് അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ, അത് അറിഞ്ഞു വേണം നമ്മൾ പ്രവർത്തിക്കാൻ, അത് അറിഞ്ഞു വേണം നമ്മൾ ഓടാൻ. നമ്മുടെ ഓട്ടങ്ങൾ വൃഥാവാകരുത്, നമ്മുടെ ഓട്ടങ്ങൾ വെറുതെ ആകരുത്, നമ്മുടെ പ്രാർത്ഥന വെറുതെ ആകരുത്, നമ്മുടെ പ്രാർത്ഥനകൾ ജീവിതം വെറുതെ ആകരുത്. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ആരാധനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. ആമേൻ. യോബ് പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയിരിക്കണം. എല്ലാവരും തള്ളി പറഞ്ഞാലും അപമാനിച്ചാലും അവഹേളിച്ചാലും അതിന്റെ നടുവിൽ നിന്ന് പിന്മാറിപ്പോകാതെ യേശുവിനെ മുഖാമുഖം കാണുമെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ യോബിന് വരുത്തിയ അന്ത്യം പോലെ ഒരു മഹത്വകരമായ ദൈവപ്രവൃത്തിയുണ്ട്. അവൻ അതുകൊണ്ട് മക്കളെ, ജീവനുള്ള സമയത്ത് അവൻ ദൈവത്തെ സ്തുതിക്ക്. ജീവനുള്ളപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നല്ല സാക്ഷ്യങ്ങൾ പറ. ജീവനുള്ളപ്പോൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക.